രണ്ടാമത് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉപദേശം എന്താ? എടാ ദയവ് ഇതിന് ഇതുപോലത്തെ ഡിസ്കൗണ്ട് ഓർക്കും പിടിച്ചോണ്ട് വരരുത്. നിനക്കും എല്ലാം പറയാണ്ടെങ്കിൽ നിൻ്റെ അമ്മായിമ്മയോട് പറയണം. വെറുതെ എൻ്റെ ഫ്രണ്ട്സിനെ കുറ്റം പറയാൻ നിൽക്കണ്ട. അല്ലാതെ നിൻ്റെ കിങ്സുകി ആർട്ട് വർക്ക് ആർക്ക് വേണം? ശരി, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അമ്മായിമ്മയോട് ചോദിച്ചോ? അത് ചോദിക്കാൻ പറ്റിയൊരു സിറ്റുവേഷൻ വന്ന് കിട്ടിയിട്ടില്ലടാ. നിനക്ക് നിൻ്റെ കെട്ടിയവൻ്റെ കൂടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ മതി. എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പം ശരി, അടുത്ത വർക്ക് വരുമ്പോൾ കാണാം. ഇഷിത, എന്താമ്മേ? അവൻ വിളിച്ചിരുന്നോ? ഞാൻ വിളിച്ചിട്ട് കോള് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. രാവിലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്തോ മീറ്റിംഗ് ആയിട്ട് ഹെഡ് ഓഫീസിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. 4-5 മാസം മുമ്പ് എന്നെ വിളിച്ചെല്ലാം പറഞ്ഞിരുന്ന ആളാ. ഇപ്പോൾ വിളിച്ചെന്നായി. അയ്യോ, അങ്ങനെയൊന്നുമില്ല അമ്മേ. ചേട്ടനൊരു പ്രമോഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. പ്രൊമോഷനോ? അത് കൺഫേമായിട്ട് അമ്മോട് പറയാനായിരുന്നു പ്ലാൻ. ഓ, അപ്പോൾ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി എന്നോട് പറയാൻ വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ? അല്ല, ഈ പ്രമോഷൻ കൺഫേമായ നമുക്കെല്ലാവർക്കും അവിടേക്ക് സെറ്റിൽ ആവാമല്ലോ. നമുക്കോ? ഞാനെങ്ങോട്ടുമില്ല. അല്ല, അമ്മ ആലോചിച്ചിട്ടൊരു തീരുമാനം. അതെ, ഈ ആലോചനയും തീരുമാനമൊക്കെ അവൻ്റെ പ്രൊമോഷൻ സെറ്റായിട്ട് പോരെ? അമ്മ വരുന്നതിന് കുറച്ച് മുമ്പ് ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ പ്രമോഷൻ്റെ കാര്യം കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ഞാനൊന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അമ്മ ആലോചിച്ചായിരുന്നു. അതത്രയ്ക്ക് ആലോചിക്കാനുള്ള കാര്യമൊന്നുമല്ലല്ലോ. എന്തായാലും ഈ വീടും ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. അമ്മയുടെ ഡിസിഷൻ തന്നെയായിരിക്കും എന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ അമ്മ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അമ്മയ്ക്കൊരു സെക്കൻഡ് മാരേജിനെ കുറിച്ച് ആലോചിച്ചൂടെ? കീർത്തനയ്ക്ക് 2 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അച്ഛൻ മരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 22 വർഷം കഴിഞ്ഞു. എൻ്റെ 2 മക്കളും ഈ ചോദ്യം എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്നെ രണ്ടാമതൊന്ന് കെട്ടിച്ചു വിട്ടാൽ തീരാവുന്നതാണ് നിൻ്റെ പ്രശ്നങ്ങൾ. ചേട്ടൻ വിളിച്ചതിന് ശേഷം കീർത്തനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓ, അവൾക്കിനി വേറെ പ്ലാനുണ്ടോ? ചേട്ടനും കീർത്തനയ്ക്കും അമ്മോട് ഇത് അവതരിപ്പിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് എന്നോട് ചോദിക്കാൻ പറഞ്ഞു. അമ്മേ,
മതിയാക്കി പോകുന്നതല്ല, വയറ് നിറഞ്ഞിട്ട് നിർത്തിയതാ. മിസ്സേ, നമ്മൾ എത്ര പറഞ്ഞിട്ടും അവളതൊന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. മിസ്സിനെ വലിയ കാര്യമാണ് അവൾക്ക്. അതുകൊണ്ട് ഒന്ന് അവളോട് സംസാരിച്ച് നോക്കാവോ? ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നാലോ? വൈകിട്ട് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വിളിച്ചോളാം. ആ ഓക്കെ. മിസ്സേ, ഞാൻ ഇന്നും കൂടി ഉള്ളൂ. ഞാൻ വേറെ കോഴ്സിന് ജോയിൻ ചെയ്തു. ഇരിക്ക്. സഞ്ജന ഏത് കോഴ്സാണ് ചെയ്യുന്നത്? ആക്ച്വലി എനിക്ക് ബാങ്ക് ജോബ് ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടുകാർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പഠിക്കാൻ വന്നത്. എനിക്ക് ഫൈനാൻസ് ചെയ്യാനാണ് താല്പര്യം. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, പക്ഷെ അഡ്മിഷനൊന്നും കിട്ടിയില്ല. ഇത്തവണ കിട്ടി. അതാ ഞാൻ. വീട്ടുകാർക്കൊക്കെ ഓക്കെ ആണോ? അത്രയൊക്കെ അല്ല മിസ്സേ. പിന്നെ എല്ലാവരുടെ സംഭവം നോക്കിയെന്നാൽ എൻ്റെ ഇഷ്ടം നടക്കില്ലല്ലോ. സഞ്ജനയ്ക്ക് ഇഷ്ടമുള്ള കോഴ്സ് തന്നെ പഠിക്കാം, പക്ഷേ അച്ഛൻ്റെ അമ്മയുടെ അഭിപ്രായം കൂടി ഒന്ന് കൺസിഡർ ചെയ്യണ്ടേ? തന്നെ ഈ സ്റ്റേജ് വരെ എത്തിക്കാൻ അവരെന്തൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും, അവരുടെ എന്തൊക്കെ സന്തോഷങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ നോക്കിയാൽ അവർക്ക് വേണ്ടി ഞാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കിയിട്ടില്ലേ? ഇതിപ്പോൾ അവരാണോ ഞാനാണോ ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്തിട്ടുള്ളതെന്ന് കണക്കെടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അൾട്ടിമേറ്റ്ലി എൻ്റെ ഹാപ്പിനെസ് എന്താണോ അത് നോക്കിയിട്ടില്ലേ ഞാൻ ജീവിക്കേണ്ടത്. സഞ്ജന പറയുന്നതൊക്കെ ശരിയാ, പക്ഷെ ഇത്രയും വലിയൊരു തീരുമാനം എടുക്കുമ്പോൾ ശരിക്കും ആലോചിച്ചിട്ട് വേണ്ടേ ചെയ്യാൻ. മാത്രമല്ല 4 മാസം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ തനി ടെസ്റ്റ് പാസ്സാകും, അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മിസ്സേ, യാതൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടാത്തൊരു ജോബ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? കുറച്ച് സാക്രിഫൈസ് ചെയ്തിട്ടാണെങ്കിലും എനിക്കിഷ്ടമുള്ള ജോലിയല്ലേ ഞാൻ ചെയ്യേണ്ടത്. തനിക്കൊരു ക്ലാരിറ്റി ഒക്കെ ഉണ്ടല്ലോ. അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ശരിക്കൊന്ന് സംസാരിക്കുക, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. മിസ്സേ, ഞാൻ ഇന്ന് രാവിലെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഉണ്ടായിരുന്നു. അതിൽ പറയുന്നത് ഈ ലോകത്ത് ഏതാണ്ട് 8.7 മില്യൺ സ്പീഷീസ് ഉണ്ടെന്ന്. അതിൽ മനുഷ്യർക്ക് മാത്രമേ അവരുടെ മുന്നത്തെ ജനറേഷനും അടുത്ത ജനറേഷനും എങ്ങനെയാണെന്ന് വാശിയുള്ളത്. ഈ വാശിയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മുടെ സമയം പോകാന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ശരി മിസ്സേ. ആഹാ, കാര്യമായിട്ട് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അവൻ്റെ പ്രൊമോഷൻ കൺഫേമായി. ആഹാ, നല്ല കാര്യമല്ലേ? എല്ലാവരും കൂടെ അവിടെ പോയി സെറ്റിൽ ആവാനുള്ള പ്ലാനിൽ തന്നെയാണ് അവർ ഓ, നിൽക്കുന്നത്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനങ്ങോട്ടില്ലെന്ന് തന്നെ പറഞ്ഞു, പക്ഷെ അവർക്ക് എന്നെ ഇവിടെ തനിച്ചാക്കി പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് ഒരു സെക്കൻഡ് മാരേജിനെ കുറിച്ച് ആലോചിച്ചൂടെ? എടി, ഇതിലിപ്പോൾ എന്താ അത്ര പുതുമ? ഒന്നുമില്ലെങ്കിൽ ഇഷിത സ്വീഡനിലേക്ക് അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നീ ഒറ്റയ്ക്കല്ലേ ഇവിടെ? അങ്ങനെയല്ലടോ. കോളേജ് കഴിഞ്ഞ ഉടനെ വീട്ടുകാർ കല്യാണത്തിന് നിർബന്ധിച്ചു. അത് ചെയ്തു. ആള് നല്ലൊരു മനുഷ്യനായിരുന്നു. എന്നെ വീണ്ടും പഠിക്കാൻ അയച്ചു. ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ അക്കാഡമി തുടങ്ങി തന്നു. പെട്ടെന്ന് ആ പുള്ളിക്കാരൻ പോയത്. അതുവരെ പാഷൻ ഫോളോ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തിരുന്നൊരു കാര്യം
പിന്നെ ഉത്തരവാദിത്വത്തോടെ ചെയ്യാൻ തുടങ്ങി. മക്കൾ വലുതായി. അവരുടെ കാര്യവും വീട്ടിലെ കാര്യവും അക്കാഡമിയുടെ കാര്യവും എല്ലാം കൂടെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് കൂടെ ഒരാളുണ്ടായിരുന്നെങ്കിൽ നല്ലതല്ലേ എന്ന് അന്ന് എനിക്ക് തോന്നിയിരുന്നു. നിന്റെ അന്നത്തെ അവസ്ഥ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാനോ ഒന്നുമുള്ള ഒരു കപ്പാസിറ്റി ഒന്നും അന്നവനും കീർത്തനയ്ക്കും ഉണ്ടായി കാണില്ല. പക്ഷെ ഇന്നത്തെ നിന്റെ അവസ്ഥ അവർക്ക് മനസ്സിലാവും. എന്തോ ആകെ എനിക്കൊരു കൺഫ്യൂഷൻ. കൺഫ്യൂഷനൊന്നും ആയിരിക്കില്ല, എങ്ങനെ ഓക്കെ പറയുന്നുള്ള ചമ്മലായിരിക്കും. നീ എന്താ അങ്ങനെ പറഞ്ഞ്? അല്ല, പണ്ട് നമ്മൾ കോളേജിലായിരിക്കുമ്പോഴേ ഈ രണ്ടാമത് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഉപദേശം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പേര് പല ഉത്തരം പറഞ്ഞു. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നീ പറഞ്ഞ ഉത്തരമായിരുന്നു. നിനക്ക് ഇങ്ങനൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ന് ഞാനെന്താ പറഞ്ഞേ? അല്ല, കല്യാണത്തിൻ്റെ സക്സസും ഫെയിലറും ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി അഥവാ രണ്ടാം വിവാഹം ഫെയിലായാലും മൂന്നാമത്തേന് റെഡിയായിരിക്കണമെന്ന്. ആ പ്രായത്തിൽ പലതും പറയാൻ പറ്റില്ലേ? നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കല്ലേ. നിന്റെ മക്കൾ നിനക്കൊരു ചാൻസ് അല്ലേ തരുന്നത്, കോളേജിലെ ആ പഴയ കവിതയാവാൻ. ഇപ്പം സാഹചര്യം നിന്റെ കൂടെയാണ്. അതുകൊണ്ട് നിന്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് നീ തുറന്നു പറയേ. ഇഷിത, അമ്മ, ഞങ്ങൾ ഇന്നലെ പറഞ്ഞ കാര്യം ആലോചിച്ചായിരുന്നോ? സെക്കൻഡ് മാരേജ് പറ്റില്ല ഇഷിത. അതൊന്നും എനിക്കിനി വർക്കാവില്ല. നീ വിഷമിക്കണ്ട. പുറത്തു പോകാനുള്ള പ്ലാനൊന്നും നീ മാറ്റണ്ട. പക്ഷെ അമ്മ ഒറ്റയ്ക്കാക്കിയിട്ട്. അല്ലെങ്കിലും നീ അവൻ്റെ കൂടെ തന്നെയല്ലേ നിൽക്കേണ്ടത്. ഞാനൊറ്റയ്ക്കാവുന്നതല്ലേ നിൻ്റെ പ്രശ്നം. ഞാനൊരു ഓപ്ഷൻ നിനക്ക് തരാം. നീ അത് ചെയ്തു തന്നിട്ട് അവൻ്റെ അടുത്തേക്ക് സന്തോഷമായിട്ട് പൊക്കോ. ഞാനെന്താ അമ്മയ്ക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? ഈ മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് ജീവിച്ചു മടുത്തു. എനിക്ക് ഒരു ലിവിങ് ടുഗദർ പാർട്ട്ണർ മതി. എടി, നമ്മുടെ അമ്മയുടെ അടുത്ത് സെക്കൻഡ് മാരേജ് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അമ്മയുടെ പ്രായതല്ലേ. അമ്മക്ക് പറ്റില്ല എന്നാണെങ്കിൽ നമുക്ക് വേറെ വല്ല ഓപ്ഷൻസ് നോക്കാം. ചേച്ചി 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 ഇന്നലെ വിളിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ലേ? അപ്പം എനിക്കൊരു ഐഡിയ തോന്നിയിട്ട് ഞാനിവിടുത്തെ അമ്മയുടെ എൻ്റെ പൊന്നിഷിതേ, നമ്മൾ ഇന്നലെ അമ്മയോട് സെക്കൻഡ് മാരേജിനെ കുറിച്ച് പറഞ്ഞത് ചിലപ്പോൾ ആൾക്ക് ഇഷ്ടം ഉണ്ടായിട്ടുണ്ടാവില്ല. ഞങ്ങൾ UK പോകാൻ പ്ലാനുണ്ട്. പുള്ളിനെ കൊണ്ടുപോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഇഷാന മെസ്സേജ് അയച്ചവരോട് മീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്ന് ചോദിക്കും. സർ, അപ്പോൾ ഡിവോഴ്സ്ഡ് ആണോ അതോ വൈഫ് മരിച്ചു പോയതാണോ? ഞാനിതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അവനും എൻ്റെ ഫാമിലിക്കും അറിയാം എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം. എനിക്കാണ് ആൾക്കാരെ ഫേസ് ചെയ്യാനൊട്ടും താല്പര്യമില്ലാണ്ടായി. ഒരു പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ട്നേഴ്സിൻ്റെ പേരൻസ് ഒരു ബാധ്യത തന്നെയാണ്. ഇനിയിപ്പോൾ ആ വന്ന കൊച്ചു പറഞ്ഞ പോലെ എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും ഞാനൊരു ബാധ്യതയായി കാണുമോ?